ഈ അവാർഡുകൾ പലതുമുണ്ട്. അർജുന അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊന്നും അല്ലാണ്ട് ഇത് ഇന്ത്യൻ പ്രസിഡൻറ്റ് എനിക്ക് ഒരു അവാർഡ് തരണമാണ്. ഞാൻ ഡൽഹി ട്രാക്ക് റേസ് വിൻ ചെയ്തപ്പം അന്ന് എനിക്ക് കിട്ടിയതാണ് ഇതൊരു എന്താ പറയണേ, അത്രയ്ക്കൊരു വാല്യുബിളായിട്ട് എൻ്റെ വീട്ടിൽ വെച്ചേക്കുന്നൊരു സാധനമാണ്. ബിക്കോസ് ഇത് ഞാൻ ആലോചിക്കുന്നത് 1984 ഈ റേസ് വിൻ ചെയ്ത് എനിക്ക് ഇത് കിട്ടുന്നത്, ഈ ട്രോഫി കിട്ടുന്നത്. 85 ആയപ്പോഴേക്കും പിന്നെ ഞാൻ ബൈക്ക് ഓടിക്കൽ നിർത്തി. അപ്പം മേ ബി ബിഫോർ 1985. പിന്നെ സ്മാർട്ട് താടിയൊക്കെ വെച്ച് ഭയങ്കര കണ്ട സംഗതി സ്റ്റൈലിഷ് ആയിരുന്നു. അടുത്തേലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വന്നില്ലേ. യെസ്, ഇത് ഡൽഹി സഫദൻ ട്രാക്ക് വിൻ ചെയ്തപ്പോഴുള്ള ട്രോഫി അതാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ് എനിക്ക് അന്ന് അവാർഡ് തന്ന ട്രോഫി. ഞങ്ങൾ ചെയ്തതിൽ ഒരു ഏറ്റവും ഡെയർഡെവിൾ റാലി എന്ന് പറയുന്നത് IIC റാലി 3500 കിലോമീറ്ററായിട്ട് നോൺ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ കൊടൈക്കനാൽ ഒരു 12 മണിക്ക് എത്തും. രാത്രി 12 മണി നേരെ പളനിയിൽ നിന്ന് 60 കിലോമീറ്റേഴ്സ് സ്പീഡ് സെക്ടർ, ഇതെല്ലാം കഴിഞ്ഞ് ദെൻ കൊടൈ ടു മൂന്നാർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള പഴയ 90 കിലോമീറ്റേഴ്സ് റോഡ്. ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇറ്റ്സ് എ 90 കിലോമീറ്റേഴ്സ് റോഡ്. അവിടുന്ന് മൂന്നാറിൽ നിന്ന് പിന്നെ കമ്പം, തേനി അങ്ങനെ കറങ്ങി കോയമ്പത്തൂർ വന്ന് ഊട്ടിയിൽ ഒരു ബ്രേക്ക്. ഊട്ടിയിൽ നിന്ന് നേരെ പൈക്കാറ ഹിൽസ് താഴത്തേക്ക് ഇറങ്ങി മൈസൂർ വഴി ബാംഗ്ലൂർ ഒരു ബ്രേക്ക്. അവിടെ നിന്ന് കനകപുര വഴി ചെന്നൈ 3500 കിലോമീറ്ററുകളുണ്ട്. ഇറ്റ്സ് സംതിങ് അൺബിലീവബിൾ എൻഡുറൻസ് ആയിരുന്നു ആ റാലി. അപ്പോൾ അതിൽ അന്ന് ഞാനും കൂടിയാണ് ജോ ആൻ്റണി എന്ന് പറഞ്ഞ എൻ്റെ റൈഡർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടിയായിരുന്നു ആ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ റാലിയിൽ ഞങ്ങൾക്ക് പ്ലേസിങ് വന്നു. വി ആർ ഓവറോൾ ഫോർത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് സംതിങ് അൺബിലീവബിൾ. അങ്ങനെയായിരുന്നു. സെക്കൻഡ് ടൈം ഞങ്ങൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഞങ്ങൾ 250cc 350cc 2 സ്ട്രോക്ക് യമഹയിലാണ് ഞങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. ഞങ്ങളുടെ റാലി തുടങ്ങി ഒരു 100 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ പിസ്റ്റണിൽ ഹോൾ വന്ന് വി വർ ബാക്ക്ഡ് ഔട്ട്. സോ ബട്ട് ഇറ്റ്സ് എ വെരി ബിഗ് എക്സ്പീരിയൻസ്. ഞാൻ ഇത്ര ഓടിച്ചതിൽ, ഇത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഏറ്റവും ടഫസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും എൻഡുറൻസ് എന്ന് പറഞ്ഞ സാധനം IIC റാലി. നത്തിങ് ലൈക്ക് ഇറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ റാലി ടീം എന്ന് പറയുന്നത് MRFO അല്ലെങ്കിൽ JK ടയേഴ്സിൻ്റെ ഒന്നുമല്ല. സിസേഴ്സ് ആക്ഷൻ ടീം എന്ന് പറഞ്ഞിട്ട് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റാലി ടീം. ഞാൻ ആ ടീമിൽ മെമ്പറായിരുന്നു. ആ ടീമിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള കുറച്ച് ഡ്രൈവേഴ്സും, പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫറാദ് ബത്തേന, അതേമാതിരി ഞങ്ങളങ്ങനെ ഒരു 6 ഡ്രൈവേഴ്സ് സെറ്റായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. സിസേഴ്സ് ആക്ഷൻ റാലി ടീം. സോ പണ്ടത്തെ സിസേഴ്സ് സിഗരറ്റിൻ്റെ ഞങ്ങൾ യെല്ലോ ജേഴ്സി ആയിരുന്നു ഞങ്ങളെല്ലാം ഇട്ടിരുന്നത്. എൻ്റെ അതിൻ്റെ ഫോട്ടോസ് ഒന്നും കാണാനുമില്ല. സോ ഇറ്റ് ഹാപ്പൻഡ് ഇൻ 86 ബിക്കോസ് ജിപ്സി ഇറങ്ങിയ വഴി ഞങ്ങൾ ആ റാലി ടീം, സിസേഴ്സ് റാലി ടീം കോയമ്പത്തൂർ ഉണ്ടാക്കി. എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ അതിനകത്തൊരു മെമ്പറായിരുന്നു. സോ ദിസ് ഈസ് അത് ആ റാലി ടീം ഉണ്ടാവുന്നതിന് മുമ്പ്, ദാറ്റ് ഈസ് ജിപ്സി റാലി സീനിൽ വന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഓടിച്ചിരുന്നത് ഫിയറ്റിലാണ്. ബൈക്കിൽ നിന്ന് ഫിയറ്റിലേക്ക് കയറി. ദിസ് ഈസ് കോയമ്പത്തൂരിലെ വിച്ച് റാലി ഇസ് ദിസ്? സിസേഴ്സ് ആക്ഷൻ റാലി 86. ഇത് 86 ഫിയറ്റിൽ ഒരു പ്ലേസ് കിട്ടിയേക്കണത്. ഈ അന്നത്തെ റാലിയൊന്നും 500 കിലോമീറ്റർ ഒന്നും അല്ല. അത് ചുരുങ്ങിയത് 1000-2000 കിലോമീറ്റർ റാലികളാണ്.
അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 2000 കിലോമീറ്റർ 2500 കിലോമീറ്റേഴ്സ് ഓടിക്കണം. സോ ഇറ്റ്സ് ദാറ്റ് കൈൻഡ് ഓഫ് റാലി. ബട്ട് ആ കാലഘട്ടത്തിലെ റാലി എന്ന് പറഞ്ഞാൽ TSD റാലി ആയിരുന്നു, ടൈം സ്പീഡ് ഡിസ്റ്റൻസ് റാലി. അങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ആ കാലഘട്ടത്തിലെ റാലി ഓടിയിരുന്നത്. ആ റാലിയിൽ ശരിക്കും TSD റാലിയിൽ മനുഷ്യൻ്റെ എൻഡുറൻസും അതേമാതിരി ബ്രെയിനും അങ്ങനെ ഒരു കാൽക്കുലേറ്റീവ് ഇതിനകത്താണ് അത് ഓടിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ റാലി ഓടിച്ചിരുന്നത്. 0 ടൈമിംഗ് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വിൽ ബി ടൈം സ്പീഡ് ഡിസ്റ്റൻസ് റാലി കോൾഡ് TSD റാലി. So again, Scissors Action Rally, organized by Coimbatore Auto Sports Club, 1987. Again, it's Fiat. So I placed the 6th position. അന്ന് വെച്ചാൽ ഒരു അന്ന് പാർട്ടിസിപ്പൻസ് തന്നെ 10-70 പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. സോ അന്ന് കരിബദ്ധൻ അങ്ങനെയൊക്കെയുള്ള ലെജൻഡ്സ് ഉള്ള കാലഘട്ടം. വിക്കി ചന്തോക്ക് എന്ന് വെച്ചാൽ കരീം ചന്തോക്കിൻ്റെ ഫാദർ, നരേൻ കാർത്തികേയൻ്റെ ഫാദർ, അങ്ങനത്തെയൊക്കെയുള്ള ലെജൻഡ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ ഇവിടെ നീ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണേ. നരേൻ കാർത്തികേയൻ്റെ ഫാദറിൻ്റെ പേര് മിസ്റ്റർ കാർത്തികേയൻ. സോ ആ കാലഘട്ടത്തിൽ അവരുടെ ഒപ്പമാണ് നമ്മൾ ഓടിക്കണേ. നമ്മൾ ഇവിടുന്ന് എന്താണെന്ന് അറിയില്ലാണ്ടാണ് കയറി ചെന്നിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യണേ. സോ ഇറ്റ്സ് ഓൾ ഡെയർ ഡെവിൾസ്. ഇത് ഫസ്റ്റ് സിസേഴ്സ് മാസ്റ്റേഴ്സ് ആക്ഷൻ റാലി 1988. പക്ഷേ ആക്ച്വലി ഈ ഫോട്ടോ ഞാനെടുത്ത് ഒട്ടിക്കിയത് ഇത് പോപ്പുലർ ഓട്ടോമൊബൈൽസ് പോളേട്ടൻ്റെ പടമാണ്. എന്നുവെച്ചാൽ ജോൺ കെ പോൾ, പോപ്പുലർ ഓട്ടോമൊബൈൽസിൻ്റെ ഫൗണ്ടർ, പോളേട്ടൻ്റെ പടമാണ്. അപ്പം ഞാൻ ഒരു ഫംഗ്ഷന് പോളേട്ടൻ, ഞങ്ങളുടെ റാലി ഫംഗ്ഷന് പോളേട്ടനൊപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ ആ ഫോട്ടോ എടുത്തു. പക്ഷേ ആ ഫോട്ടോ ഇവിടെ കണ്ടി ഒട്ടിച്ചു. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയില്ല ഈ ട്രോഫിയിൽ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് റാലിയാണ്. കർണാടകത്തിലെ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള K1000 എന്ന് പറഞ്ഞിട്ടൊരു റാലിയാണ്. ഇത് വെരി പ്രസ്റ്റീജിയസ്, വെരി ടഫ് റാലി. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം തന്നെ ആ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് ഇതാണ്. ETസിലെ വൺ ഓഫ് ദ ഇന്ത്യയിലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് റാലിയാണ് K1000. ഞങ്ങൾക്ക് എന്താ കാര്യം വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് എല്ലാ റാലിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്നാലേ ഞങ്ങൾക്ക് പോയിൻറ്റ്സ് ഉള്ളൂ. അങ്ങനെ പോയിൻറ്റ്സ് വന്നിട്ടാണ് ഞങ്ങൾ ഇന്ത്യയിൽ ബെസ്റ്റ് റാലി ചാമ്പ്യൻ, അല്ലെങ്കിൽ അതിൽ പോയിൻറ്റ്സ് വന്നിട്ട് നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഞാൻ ഐ വാസ് നമ്പർ 2 ഇൻ ഐ തിങ്ക് 93 or 10, and I was India number 2. Faraz Batena was point-wise number 1 and I was number 2. So ഇത് K1000 എനിക്ക് 2-3 പ്രാവശ്യം പ്ലേസിങ് വന്നിട്ടുണ്ട്. ദിസ് ഈസ് 4th, ഓവറോൾ 4th ട്രോഫിയാണിത്. ഇത് മംഗലാപുരം കരവാലി എന്ന് പറഞ്ഞ റാലിയാണിത്. ഇത് അതെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് റാലിയായിരുന്നു കരവാലി. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് 500 to 800 കിലോമീറ്റേഴ്സാണ് എൻ്റെ ഓർമ്മ. ഇത് 88 ആണോ 89 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ ഓവറോൾ സെക്കൻഡ് വന്ന ആ റാലി ആയിരുന്നു. അത് ഓടിച്ചിരുന്ന ജിപ്സി ഓടിച്ചിരുന്നത്, ഒരു ബ്ലാക്ക് ജിപ്സി ഞാൻ ഓടിച്ചിരുന്നത് എൻ്റെ ഓർമ്മ. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് റാലി. പക്ഷേ നമ്മൾ അതേ ഇയറിലാണ് ഞാൻ വേറൊരു റാലി ദാറ്റ് ഈസ് കോൾഡ് കോഫി 500. ചിക്കമംഗളൂരിലുള്ള കോഫി 500 എന്നുള്ള റാലിയാണ്. നാരോ റോഡ്സ്, ടോട്ടൽ റാലി ത്രൂ കോഫി എസ്റ്റേറ്റ്സ്, ടീ ഗാർഡൻസ്, അങ്ങനെ ഭയങ്കര നാരോ റോഡ്സാണ്. അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോഫി 500 ഈസ് ആൻ എക്സ്പീരിയൻസ്. അത് ഓടിച്ച ആൾക്കാർക്ക് നല്ലോണം മനസ്സിലാവും അതൊരു വലിയ എക്സ്പീരിയൻസ് ആയെന്നുള്ളത്. 500 മീൻസ് 500, ആ പേര് റാലിയുടെ പേര് 500 എന്നുള്ളതാണ്. ബട്ട് ഇറ്റ്സ് വെരി ഫാസ്റ്റ് റാലി. ഇത് അഗെയിൻ K1000 കർണാടക. ഇത് ഞാൻ ജിപ്സി ഓടിച്ചത്. ഈ ജിപ്സി ആക്ച്വലി അതൊരു ഇൻട്രസ്റ്റിംഗ് ജിപ്സി ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇത് ട്യൂൺ ബൈ കരിവർദ്ധന എനിക്ക് ട്യൂൺ ചെയ്ത് തന്നെ. ഈസ് നോ മോർ. ബ്ലെസ്സിങ്ങിൻ്റെ ഏറ്റവും ഒരു സെലിബ്രിറ്റി ആയിരുന്ന കരിവർദ്ധനായിരുന്നു എനിക്ക് ആ വണ്ടി ട്യൂൺ ചെയ്ത് തന്നെ. ഇറ്റ് വാസ് ടു മച്ച് പവർ. ഭയങ്കര പവർഫുൾ ജിപ്സി ആയിരുന്നു അത്. ട്വിൻ കാർബ് എല്ലാം ഫിക്സ് ചെയ്ത് അങ്ങനെ ഒരു പവർഫുൾ മെഷീനായിരുന്നു. എനിക്ക് അതിലും പ്ലേസിങ് കിട്ടിയിരുന്നു. അതിൻ്റെ ടെറൈൻ മിക്സ്ഡ് ടെറൈൻ ആയിരുന്നു. ദാറ്റ് ഈസ് ടാറുണ്ട്, ഡേർട്ടുണ്ട്, അങ്ങനെ ഓൾ മിക്സ്ഡ് ടെറൈൻ. ഗ്രേറ്റ് റാലി K1000. ഇത് ഒരു കിങ് ഓഫ് ദ റോഡ് എന്നുള്ള ഇത് കിട്ടി. ഞാൻ കുറേ
സെക്ഷനിൽ ഓടിച്ച് പലയിലും വിൻ ചെയ്തു. അങ്ങനെ കിങ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞിട്ട് ഡ്രാഗ് റേസിൽ എനിക്ക് MRFൻ്റെ ഡ്രാഗ് റേസ് ട്രോഫി കിട്ടി. ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് വെച്ചിട്ട് എനിക്കൊരു ട്രോഫി കിട്ടിയിരുന്നു. സോ പല ക്ലാസ്സിൽ ഓടിച്ച് ഞാൻ വിൻ ചെയ്തൊരു സാധനമായിരുന്നു അത്. പലർക്കും ഓർമ്മയുണ്ടാവും. ഇതിവിടെ ഡ്രാഗ് റേസാണ്, കോട്ടമൽ ഡ്രാഗ്, വില്ലിംഗ്ടൺ ഐലൻഡിൽ നടന്നത്. അന്ന് ഇവിടെയുള്ള പലർക്കും ഓർമ്മയുണ്ടാവും ഈ ഡ്രാഗ് റേസിൻ്റെ അന്നത്തെ ഇൻട്രസ്റ്റിംഗ് പാർട്ടെല്ലാം ഓർമ്മയുണ്ടാവും. സോ ദിസ് ഈസ് അന്നത്തെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു കിങ് ഓഫ് ദ റോഡ്, ഒരു ട്രോഫി കിട്ടുക എന്നുള്ളത്. ഇത് 89 അഗെയിൻ കരവാലി. എനിക്കറിയില്ല പൊസിഷൻ ഏതാണെന്നുള്ളത്, ഞാൻ വിൻ ചെയ്തതല്ല, ബട്ട് ഐ തിങ്ക് ഐ എം സെക്കൻഡ് ഓർ തേർഡ് ഇൻ ദാറ്റ് റാലി. അപ്പോൾ കിട്ടിയ ട്രോഫിയാണ്. ഒരു കാര്യം പറയാനുള്ളത്, എവറി മന്ത് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒരു 10-70 പേര് ഞങ്ങൾ ഓരോ റാലിക്കും മീറ്റ് ചെയ്യും. സോ വി യൂസ് ടു ഹാവ് ഫ്രണ്ട്സ് ഓൾ ഓവർ ഇന്ത്യ. അതിൽ അന്ന് റാലി ഓടിച്ചിരുന്നവർ ഇപ്പം പഞ്ചാബിലെ മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. സോ അങ്ങനെയൊക്കെയുള്ള ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾക്ക് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു നല്ലൊരു ബോണ്ടിങ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോഴും ഞങ്ങളൊക്കെ തമ്മിൽ വിളിക്കാറുണ്ട്. വി ആർ ഇൻ ടച്ച് വിത്ത് ദോസ് പീപ്പിൾ. സോ ഇൻട്രസ്റ്റിംഗ്. സോ റാലി കൊണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സും അതേമാതിരി. ഐ വാസ് ഓൾസോ സ്പോൺസേഡ്. സോ അന്നത്തെ ആ ഏജിൽ പൈസയും കിട്ടും, അടിക്കുക, പാടി പൊളി, ദാറ്റ്സ് ഇറ്റ്. ഇൻട്രസ്റ്റിംഗ്. ഇത് എൻ്റെ റിട്ടയർമെൻറ്റ് റാലി ആയിരുന്നു. ബിക്കോസ് ഇത് K1000 ഓടിക്കാൻ ഞാൻ റിട്ടയർ ചെയ്യണേ. ഇത് കൊക്കക്കോള സ്പോൺസർ ചെയ്തിട്ട് ഞാൻ കൊക്കക്കോളയ്ക്ക് വേണ്ടി ഓടിച്ചാണ്. ഗ്രൂപ്പ് എ കാറ്റഗറിയിലാണ് ഓടിക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ഐ ഡിഡ്ന്റ് ഡ്രൈവ്. സോ ദിസ് വാസ് മൈ ലാസ്റ്റ് പെർഫോമൻസ് ഇൻ റാലി. It is a very fast car. Group A car is very, very fast car. So, yeah, that's it. Good old rally times. Adios, amigos.